إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅയും ബിദ്അത്തിന്റെ ഇതര കക്ഷികളും തമ്മിൽ വേർതിരിയുന്ന സുപ്രധാന വിഷയമാണ് സഹാബത്തിന്റെ വിഷയത്തിൽ, സഹാബത്തിന്റെ കാര്യത്തിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സാധുക്കളായ സാധാരണക്കാരായ അറബികൾ, ആടുമേച്ച് നടന്നിരുന്ന ആളുകൾ എന്നത് മാത്രമല്ല അഹ്ലുസുന്ന വൽ ജമാഅ സഹാബത്തിന് കൊടുക്കുന്ന സ്ഥാനമെന്ന് പറയുന്നത്. ആരാണ് സഹാബികൾ എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം, മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലൽ ഈമാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും കണ്ടുമുട്ടുകയും ആ റസൂലിൽ വിശ്വസിക്കുകയും അതുപോലെ ഈമാനിലായി മരണപ്പെടുകയും ചെയ്തവരാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗം അത് സ്വഹാബത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അവിടുന്ന് ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ്, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ ആരാണ് റസൂലേ? റസൂലുള്ളാഹി പറയുന്നു, ഖർനീൻ, അവരെന്റെ തലമുറയാണ്, എന്റെ നൂറ്റാണ്ടാണ്, എന്റെ കൂടെ സഹവസിച്ചവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ പിന്തുടർന്ന് വന്ന താബിഈങ്ങളാകുന്നു. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് താബിഈങ്ങൾക്ക് ശേഷം അവരുടെ കാലം ശേഷം വന്ന തബഉ താബിഈങ്ങളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറുപടി കൊടുത്തതായി കാണാം. ഏറ്റവും ഉത്തമരായവർ അത് സ്വഹാബത്താണ്. സ്വഹാബത്തിന് ശേഷം താബിഈങ്ങളും പിന്നീട് അവരെ പിന്തുടർന്ന് വന്നവരുമാണ്. ഇവരാണ് ആദ്യത്തെ മൂന്ന് തലമുറ എന്ന് പറയുന്നത്. അവരെയാണ് സലഫുകൾ എന്ന് നാം വിശേഷിപ്പിക്കാറുള്ളത്. ഈ സ്വഹാബത്തും അതുപോലെ തന്നെ താബിഈങ്ങളും അവരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ആദ്യത്തെ 3 തലമുറ എന്ന് നാം മനസ്സിലാക്കുക. സഹാബികൾ അവർ അവരുടെ പിൽക്കാലത്ത് അവർക്ക് ശേഷം വന്ന ആളുകളെക്കാൾ ഏറ്റവും ഉത്തമരായ ആളുകളാണ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ്, അയ്യുഹുമാ അഫ്ളു, മുആവിയതു ഇബ്നു അബീ സുഫിയാൻ അം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ആണോ അതല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ആണോ, ഇതിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹയോട് ചോദിക്കപ്പെടുകയാണ്. ആരാണ് മുആവിയ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്നവരിൽ പ്രധാനിയായിരുന്നു മഹാനായ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? അദ്ദേഹം താബിഈയാണ്. ഏറ്റവും നീതിമാനായ ഭരണാധികാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ ഖലീഫയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. ഇവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ഇന്നൽ ഗുബാറ അല്ലദി ദഖല ഫീ അൻഫി മുആവിയത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളല മിൻ ഉമർ ബിഅൽഫി മറ. അദ്ദേഹം അല്ലാഹുവെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മുആവിയ റളിയല്ലാഹു അൻഹു റസൂലിനോടൊപ്പം അദ്ദേഹം ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കവേ അദ്ദേഹത്തിന്റെ മൂക്കിൽ പറ്റിപ്പോയ, അദ്ദേഹത്തിന്റെ മൂക്കിലേക്ക് പ്രവേശിച്ച ആ പൊടിപടലങ്ങൾ അതാണ് 1000 ഉമറിനേക്കാൾ ശ്രേഷ്ഠമെന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, صلى معاوية خلف رسول الله صلى الله عليه وسلم. معاوية رضي الله عنه من رسول الله نمسكري كان الله توفيق നൽകിയിട്ടുണ്ട്. فقال سمع الله لمن حمده,
فقال معاوية ربنا ولك الحمد رسول الله صلى الله عليه وسلم سمع الله لمن حمده എന്ന് പറയുമ്പോൾ പിറകിൽ നിന്ന് റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകിയ അല്ലാഹു തെരഞ്ഞെടുത്ത വ്യക്തിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഫമാ ബഅദ ഹാദാ ഇതിനു ശേഷം ആ റസൂലിന്റെ സുഹ്ബത്ത് ലഭിച്ചതിനു ശേഷം മറ്റെന്താണ് വേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചതായി കാണാം. അതുകൊണ്ട് നന്മയിലും തഖ്വയിലും നമ്മെക്കാൾ മുൻകടന്ന സഹാബത്തിനെ അല്ലാഹുവിന്റെ പേരിൽ ദീനിന്റെ പേരിൽ സ്നേഹിക്കുക എന്നത് മുഅ്മിനായ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. ദേശമോ ഭാഷമോ വർണ്ണമോ ഒന്നുമല്ല സ്വഹാബത്തിനെ സ്നേഹിക്കാൻ, സ്വഹാബത്തിനെ ഇഷ്ടപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം. മറിച്ച് അത് നമ്മുടെ ഈമാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, ഒരാളിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നാൽ അവൻ ഈമാനിന്റെ മാധുര്യം അവൻ നുകർന്നിരിക്കുന്നു, ആസ്വദിച്ചിരിക്കുന്നു. അതിലൊരു കാര്യമായി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും റസൂലുമായിരിക്കണം അവൻ ഏറ്റവും പ്രിയങ്കരമായത്. മറ്റൊന്നാണ് വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരാളെ ഇഷ്ടപ്പെടുന്നത് അത് അല്ലാഹുവിനു വേണ്ടി മാത്രമായിരിക്കുക. അല്ലാഹുവിന്റെ പേരിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ അവർ ഈമാനിന്റെ മാധുര്യം നുകർന്നിരിക്കുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ അവർ പരസ്പരം സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. അപ്രകാരം വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും എല്ലാ തെളിവുകളും സ്വഹാബത്തിനെ സ്നേഹിക്കേണ്ടതിന്റെ അവരെ ഇഷ്ടപ്പെടുന്നതിന്റെ ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. കാരണം എന്താണ്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, ഇസ്ലാം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ നാം ഏറ്റവും സ്നേഹിക്കപ്പെടാൻ അർഹരായവർ അവർ റസൂലിന്റെ സ്വഹാബത്ത് തന്നെയാണ്. അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഹുബ്ബുഹും ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ, സ്വഹാബത്തിനെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് ദീനാണ്, അത് ഈമാനാണ്, അത് ഇഹ്സാനാണ്. വബുഗ്ദുഹും കുഫ്റുൻ വ നിഫാഖുൻ വ തുഗ്യാൻ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുക എന്നുള്ളത് അത് കുഫ്റാകുന്ന കാര്യമാണ്, അത് നിഫാഖാണ്, അത് അതിക്രമമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സ്വഹാബത്തിനെ മുഴുവനായും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ ചില പ്രത്യേക സ്വഹാബികളെ എടുത്തു പറഞ്ഞതായി കാണാം. അതിൽപ്പെട്ട സ്വഹാബിയാണ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാർ പറയുന്നു മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ ഹുവൽ മീസാനു ഫീ ഹുബ്ബി സ്വഹാബ, സ്വഹാബികളുടെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു തുലാസാണ്, ഒരു അളവുകോലാണ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എന്ന് പറയുന്നത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോടുള്ള നിലപാടിനനുസരിച്ചായിരിക്കും ഒരു വ്യക്തിക്ക് മറ്റ് സഹാബികളോടുള്ള അവന്റെ മനോഭാവം എന്ന് പറയുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച ആളുകൾ, അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. മലയാളക്കരയിലും അദ്ദേഹത്തിനെതിരെ വാക്കുകൾ കൊണ്ടും പേനകൾ കൊണ്ടും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഇടിച്ചു താഴ്ത്തിയ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സഹാബത്തിനെയും ചീത്ത പറയാൻ പാടില്ല, അവരുടെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്താൻ പാടില്ല. ആ സ്വഹാബത്തിനെ സ്നേഹിക്കാൻ, ആ സ്വഹാബത്തിനെ ഇഷ്ടപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില സുപ്രധാന ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, നാം എല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെന്ന് വാദിക്കുന്നവരാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വാദിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ നീ നിന്റെ വാദത്തിൽ സത്യസന്ധനാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട വിഭാഗങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നീ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് നിന്റെ ആ സ്നേഹത്തിനും അതിന് സത്യസന്ധത കൈവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? റളിയല്ലാഹു അൻഹും വറദു അൻഹും വറദു അൻ, അവർ അല്ലാഹുവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹാ അൽഅൻഹാറു ഖാലിദീന ഫീഹാ അബദാ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗമാണ് അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അവർ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു തിരഞ്ഞെടുത്തവരാണവർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു ഖുലിൽ ഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ, അല്ലാഹു തിരഞ്ഞെടുത്ത ചില ആളുകളുണ്ട്, അവരുടെ മേൽ അല്ലാഹുവിന്റെ സമാധാനം, അല്ലാഹുവിന്റെ സലാം. ആരാണ് ഈ തിരഞ്ഞെടുത്ത വിഭാഗം ആളുകൾ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹും അസ്ഹാബുൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലിന്റെ സഹാബത്താണ്. ഇസ്തഫാഹുമുല്ലാഹു ലിനബിയിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിനും ആ നബിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അവർ എന്നും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ അറിയപ്പെട്ട പ്രശസ്തമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നു, മൻ കാന മിൻകും മുതഅസ്സിയൻ ഫലിയതഅസ്സ ബിഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരെയെങ്കിലും അനുധാവനം ചെയ്യുവാൻ, ആരെയെങ്കിലും പിൻപറ്റുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ റസൂലിന്റെ സഹാബത്തിനെ അവൻ പിൻപറ്റിക്കൊള്ളട്ടെ. ഫഇന്നഹും കാനൂ അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ,
ഈ ഉമ്മത്തിലെ ഏറ്റവും പുണ്യമുള്ള ഏറ്റവും നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാണവർ. അല്ലാഹുവെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് ആഴത്തിൽ അറിവുള്ളവരാണവർ. ഒട്ടും തന്നെ ജാടയില്ലാത്തവരാണ്, നാട്യങ്ങളില്ലാത്തവരാണ്, അഭിനയങ്ങളില്ലാത്തവരാണ്. എന്നിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹവസിക്കുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു ജനവിഭാഗമാണവർ. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്. അവരുടെ ശ്രേഷ്ഠതകൾ, അവരുടെ മഹത്വങ്ങൾ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അവരുടെ കാലടിപ്പാടുകൾ, അവരുടെ മാർഗങ്ങൾ, അവരുടെ നിലപാടുകൾ അതിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. അവർ നിലകൊള്ളുന്നത് നേരായ മാർഗത്തിലാണ്, സിറാത്തുൽ മുസ്തഖീമിലാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത, അള്ളാഹു തെരഞ്ഞെടുത്ത ആ വിഭാഗത്തെ നമ്മളും സ്നേഹിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അതിൽ സത്യസന്ധത കൈവരുന്നത്. രണ്ടാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പറയുകയാണ്, സ്വഹാബത്തിനെ സ്നേഹിക്കുക എന്നത് അത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ നിനക്കുള്ള കാരണമാണ്. അതുപോലെ തന്നെ നിന്റെ ഈമാൻ അത് പൂർണ്ണമാണെന്നതിന്റെ തെളിവാണ് നീ സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ കുറിച്ച് പറയുന്നു, ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ. അൻസാറുകളെ ഇഷ്ടപ്പെടുന്നവർ അവർ മുഅ്മിനീങ്ങളാണ്, അൻസാറുകളെ വെറുക്കുന്നവർ, അൻസാറുകളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ അവർ മുനാഫിക്കുകളാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞതായി കാണാം, മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്. അവരെ ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. വമൻ അബ്ഗളഹും അബ്ഗളഹുല്ലാഹ്. അവരെ വെറുക്കുന്നവരെ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരെ അല്ലാഹുവും അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ്. സഹാബത്തിനെ സ്നേഹിക്കാൻ, അവരെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് ആ സ്വഹാബത്ത് അവർ റസൂലിന്റെ സ്നേഹിതന്മാരായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ ദുഃഖത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസപ്പെട്ടിരുന്നു. അവരുടെ വളർച്ചയിൽ, അവരുടെ ഉയർച്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി സന്തോഷിച്ചിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരാണ്, റസൂലിന്റെ സ്നേഹിതന്മാരായിരുന്നു ആ സ്വഹാബത്ത് എന്ന് പറയുന്നത്. ഇമാം അസ്സഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം വൻ പാപങ്ങൾ വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ അൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം, ഫഹുബ്ബു അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻവാനു മഹബ്ബതിഹി. റസൂലിനെ ഇഷ്ടപ്പെടുക, റസൂലിന്റെ സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് റസൂലിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. വബുഗ്ദുഹും ഉൻവാനു ബുഗ്ദിഹി. അവരെ വെറുക്കുക എന്നുള്ളതും ആ റസൂലിന്റെ സ്വഹാബത്തിനോടും നിനക്ക് പകയുണ്ടാവുക, നിന്റെ മനസ്സിൽ അവരോട് വെറുപ്പുണ്ടാവുക, വിദ്വേഷമുണ്ടാവുക എന്നതും അത് റസൂലിനെ നീ വെറുക്കുന്നു എന്നതിന്റെ അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നാലാമത്തെ മാർഗമായി, നാലാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, റസൂലിന്റെ സ്വഹാബത്ത് അവർ നന്മയിൽ, തഖ്വയിൽ, ഈമാനിൽ നമ്മെക്കാൾ എത്രയോ മുൻകടന്നവരാണ്, നമ്മെക്കാൾ ഉയർന്ന പദവിയിലുള്ളവരാണ്. അവർ ഈ ദീനിന്റെ തുടക്കകാലത്ത് ദീനിലേക്ക് കടന്നു വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യപ്പെടുത്തുകയും ചെയ്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വഹയിന്റെ അധ്യാപനങ്ങൾ നേരിട്ട് പഠിക്കുകയും ആ വഹയിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തവരാണ്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ധാരാളം യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒട്ടനവധി പരീക്ഷണങ്ങളും ഒറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വന്നവരാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒട്ടനവധി മേന്മകളുണ്ട്. ഈ നന്മകളെല്ലാം അറിയിക്കുന്നതും അവർ നമ്മെക്കാൾ മുൻകടന്നവരാണ്, അവർ നമ്മെക്കാൾ തഖ്വയുള്ളവരാണ്. അതുകൊണ്ട് അവരെ പിൻപറ്റുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനുള്ളവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് ചായുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, ഓരോ ഇബാദത്തുകളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്കറിയിച്ചു നൽകിയത് സ്വഹാബത്താണ്. സ്വഹാബത്തിലൂടെയല്ലാതെ ദീനിന്റെ ഒരു നിയമങ്ങളും നമ്മിലേക്ക് വന്നെത്തുന്നില്ല എന്നതാണ്. നീ ചെയ്യുന്ന എല്ലാ നന്മകളും അത് നിനക്കറിയിച്ചു നൽകിയതും അതിന് സ്വഹാബത്തിന് വലിയ പങ്കുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരാൾ നമുക്കൊരു നന്മ ചെയ്താൽ അയാളെ സ്നേഹിക്കുക, അയാളെ ഇഷ്ടപ്പെടുക എന്നുള്ളതും അത് കേവല ബുദ്ധി അത് അംഗീകരിക്കുന്ന കാര്യമാണ്. നീ ഒരു ചുട്ടുപൊള്ളുന്ന ഒരു മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങേയറ്റം ദാഹിച്ചു വരുന്ന സന്ദർഭത്തിൽ ഒരാൾ നിനക്ക് തണുത്ത വെള്ളം നൽകിയാൽ നീ അയാളോട് നന്ദി പറയും, നന്ദി വാചകങ്ങൾ അയാളോട് നീ പറയും. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ ദീനും ദുനിയാവും എല്ലാ നന്മകളും നിനക്കെത്തിച്ചു തന്ന ആ ദീനിന്റെ വാഹകരായ സ്വഹാബത്തിനെ നീ എത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ആ സ്വഹാബത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അന്നുജൂമു അമനത്തുൽ ലിസ്സമാഇ. നക്ഷത്രങ്ങൾ അത് ആകാശത്തിലുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്. ആകാശങ്ങൾ ഉതിർന്നു വീണാൽ
ആ ആകാശ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം വന്നെത്തുന്നതാണ്, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. റസൂൽ പറയുന്നു, വഅന അമനതുൽ ലി അസ്ഹാബി, ഞാൻ എന്റെ സഹാബത്തിനുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ വിടവാങ്ങിയാൽ, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ മരണശേഷം സ്വഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം വന്നെത്തുന്നതാണ്. റസൂലിന്റെ മരണശേഷം ധാരാളം പ്രശ്നങ്ങൾ, ധാരാളം പ്രതിസന്ധികൾ സ്വഹാബത്തിനിടയിൽ ഉടലെടുത്തിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയുന്നു, വഅസ്ഹാബി അമനതുൽ ലി ഉമ്മതി, എന്റെ സഹാബത്ത് എന്റെ ഉമ്മത്തിനുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബ അസ്ഹാബി, എന്റെ സഹാബത്ത് മരണപ്പെട്ടാൽ, അവരുടെ കാലം കഴിഞ്ഞാൽ, അതാ ഉമ്മതി മാ യുഅദൂൻ, എന്റെ ഉമ്മത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം വന്നെത്തുന്നതാണ്. സ്വഹാബത്തിന്റെ മരണശേഷം ദീനിൽ ധാരാളം കുഴപ്പങ്ങൾ ഉടലെടുത്തതായി ചരിത്രങ്ങൾ നമുക്ക് കാണാം. ബിദ്അത്തിന്റെ പിഴച്ചുപോയ കക്ഷികൾ അവർ ശക്തി പ്രാപിക്കുകയും അവർ ധാരാളം വേരുറപ്പിക്കുകയും ചെയ്തതും സ്വഹാബത്തിന്റെ കാലശേഷമായിരുന്നു എന്നും ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബത്തിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അവരുടെ മാർഗത്തെ പിടിക്കുകയുമാണ് വേണ്ടത്. അവരെ ചീത്ത പറയാൻ, അവരുടെ സ്ഥാനങ്ങൾ ഇടിച്ചു താഴ്ത്തുവാൻ ഒരാൾക്കും തന്നെ അനുവാദമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല, അവരുടെ സ്ഥാനത്തെ, അവരുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ പാടില്ല. എന്ന് റസൂൽ പറയുന്നു, ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും സ്വഹാബത്ത് ചെലവഴിച്ച ഒരു മുദ്ദിനോളം അതെത്തുകയില്ല. ഒരു മുദ്ദെന്ന് പറയുന്നത് രണ്ട് കൈകൾ കൊണ്ട് വാരിയെടുക്കാവുന്ന അളവിനാണ് ഒരു മുദ്ദെന്ന് പറയുന്നത്. അത്ര പോലും എത്തുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. സ്വഹാബത്തിന്റെ ഹൃദയത്തിലുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയുമാണ് ഇതെല്ലാം നമ്മോട് വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് സ്വഹാബത്തിനെ ചീത്ത പറയാതെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയുകയും അവർക്ക് വേണ്ടി പാപമോചനം നടത്തുകയുമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന ജാഉ മിൻ ബഅദിഹിം, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്ന അവരുടെ കാലശേഷം വന്ന മുഅ്മിനീങ്ങൾ അവർ പറയുമായിരുന്നു, റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവേ ഞങ്ങൾക്കും അതുപോലെ തന്നെ ഈമാനോടുകൂടി ഞങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും അല്ലാഹുവേ നീ പുറത്തു നൽകണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, ഈമാൻ സ്വീകരിച്ച ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ അല്ലാഹുവേ യാതൊരു വിദ്വേഷവും പകയും നീ ഉണ്ടാക്കരുതേ എന്ന് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹാബത്തിനെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക എന്നത് അത് വൻ പാപമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. നീ സ്വഹാബത്തിനെ ചീത്ത പറയുമ്പോൾ അവർ കൊണ്ടുവന്ന ദീനിനെയാണ് നീ ചീത്ത പറയുന്നത്. നീ സ്വഹാബത്തിനെ ചീത്ത പറയുമ്പോൾ ആ സ്വഹാബത്ത് ആരുടെ കൂടെയാണ് ജീവിച്ചതും അവർക്ക് സ്വഹാബത്ത് എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണ്? അത് റസൂലിന്റെ കൂടെ ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നീ സ്വഹാബത്തിനെ ചീത്ത പറയുന്നത് ആ ചീത്ത പറയൽ അത് ചെന്നെത്തുന്നതും അത് റസൂലിലേക്കാണ്. അതുപോലെ തന്നെ നീ സ്വഹാബത്തിനെ ചീത്ത പറയുമ്പോൾ ആ അധിക്ഷേപങ്ങൾ ചെന്നെത്തുന്നതും അത് അല്ലാഹുവിലേക്കാണ്. കാരണം അല്ലാഹു തെരഞ്ഞെടുത്ത, അല്ലാഹു സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകിയ ആളുകളെയാണ് നീ ചീത്ത പറയുന്നതെന്ന ഓർമ്മ നിന്റെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായിരിക്കണം, ഇദാ റഅയ്ത അർറജുല യദ്കുറു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസു, റസൂലിന്റെ സഹാബികളിൽ ആരെയെങ്കിലും മോശമായ രീതിയിൽ ആ സ്വഹാബത്തിനെ പറയുന്ന ഒരാളെ നീ കാണുകയാണെങ്കിൽ ഫത്തഹിംഹു അലൽ ഇസ്ലാം, അവന്റെ ഇസ്ലാമിൽ നീ സംശയിച്ചു കൊള്ളുക എന്ന് മഹാനായ ഇമാമുമാർ അവർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ ഈ സ്വഹാബത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം പിഴച്ചുപോയ വിഭാഗക്കാരാണ് ഷിയാക്കളിൽപ്പെട്ട റാഫിലികൾ എന്ന് പറയുന്ന വിഭാഗം. അവരങ്ങേയറ്റം പിഴച്ചുപോയ ആളുകളാണ്. അവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം വിരലിൽ എണ്ണാവുന്ന സ്വഹാബികൾ മാത്രമേ ദീനിൽ നിലനിന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, അവരെല്ലാം മുർത്തദ്ദികളായിട്ടുണ്ട്, അതല്ലെങ്കിൽ അവരെല്ലാം മുനാഫിക്കുകളാണ് എന്നാണ് റാഫിദികളായ ആളുകൾ അവർ വാദിക്കുന്നത്. സ്വഹാബികളെ ചീത്ത പറയുക, സ്വഹാബികൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുക, നമസ്കാരങ്ങളിൽ ഖുനൂത്തുകളിൽ അവർക്കെതിരെ പ്രാർത്ഥിക്കുക എന്നത് അതൊരു ഇബാദത്തായി കാണുന്നവരാണ് ഷിയാക്കളിൽപ്പെട്ട റാഫിദികളായ ആളുകൾ. നബി കുടുംബത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ പദവിയേക്കാൾ ഉയർത്തുകയും ഇബാദത്തുകളെല്ലാം നബി കുടുംബത്തിന്റെ മേൽ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം പിഴച്ചുപോയ വിഭാഗമാണ് ഷിയാക്കളിലെ റാഫിദികൾ എന്ന് പറയുന്നത്. അവർ സ്വഹാബത്തിനെ ആക്ഷേപിച്ച പോലെ മറ്റൊരു ജനതയും സ്വഹാബത്തിനെ ആക്ഷേപിച്ചിട്ടില്ല. അതുകൊണ്ട് അധിക്ഷേപ വാക്കുകളും അപവാദ പ്രചരണങ്ങളുമായി നമ്മുടെ നാവും ഹൃദയവും മലിനമാക്കാതെ സ്വഹാബത്തിന്റെ നന്മകൾ പ്രചരിപ്പിക്കുകയും അവർക്ക് വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയുമാണ് വേണ്ടത്. അത്തരത്തിൽ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ നിലകൊള്ളുവാനും സ്വഹാബത്തിന്റെ വിഷയത്തിൽ അതിരികവിയാതിരിക്കുവാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സഹാബത്തിനോടുള്ള സ്നേഹവും അവരോടുള്ള ഇഷ്ടവും അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. മുഅ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹാബത്തിനെ സ്നേഹിക്കുക എന്നത് അത് നിർബന്ധമായ ബാധ്യതയാണ്. ആ സഹാബത്തിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് വളർന്നു വരുന്ന നമ്മുടെ പുതുതലമുറക്ക് നാം അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ 4 ഭരണാധികാരികൾ അൽ ഖുലഫാ ഉർ റാഷിദ, അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട്. അവരുടെ ചരിത്രങ്ങൾ, അവർ അനുഭവിച്ച ത്യാഗങ്ങൾ, ഈ ദീൻ പടുത്തുയർത്തുന്നതിന് വേണ്ടി, ഈ ദീനിന്റെ വ്യാപനത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് നാം പറഞ്ഞു കൊടുക്കുകയും അവരുടെ ഹൃദയത്തിൽ ഈമാൻ അത് അചഞ്ചലമാക്കുവാൻ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. മഹാനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ, മദീനയിലെ പള്ളിയിൽ ദർസെടുത്തിരുന്ന വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന സലഫു യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബീ ബക്ർ വഉമർ കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ. അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവരെ സ്നേഹിക്കണം, അവരെ ഇഷ്ടപ്പെടണം എന്ന കാര്യം സലഫുകളായ ആളുകൾ അഥവാ മുൻഗാമികൾ സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ ഈ ഒരു കാര്യം അവരുടെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. എപ്രകാരമാണ് പഠിപ്പിക്കാറുള്ളത്? വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കാറുണ്ട്. ചെറിയ മക്കൾ, അവർക്ക് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കാറുണ്ട്. ചെറിയ ചെറിയ അധ്യായങ്ങൾ അവർക്ക് നാം പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്? വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവരെ കൊണ്ടത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതേപോലെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ, സ്വഹാബത്തിനോടുള്ള ഇഷ്ടം അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വീണ്ടും വീണ്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്വാലിഹീങ്ങളുടെ ചരിത്രമാണ് അവർ കേട്ട് വളരേണ്ടത്. അവരോടുള്ള ഇഷ്ടമുണ്ടാകുവാൻ, അവരുടെ ഹൃദയത്തിൽ അവരോടുള്ള സ്നേഹമുണ്ടാകുവാൻ അത് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹുബ്ബു അബീ ബക്രിൻ വഉമറ വമഅരിഫതു ഫദ്ലിഹിമാ മിനസ് സുന്നഹ്. അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവരെ ഇഷ്ടപ്പെടുന്നതും അവരുടെ ശ്രേഷ്ഠതകൾ, അവരുടെ മഹത്വങ്ങൾ തിരിച്ചറിയുന്നതും അത് സുന്നത്തിന്റെ ഭാഗമാണ്. അത് പഠിക്കുക എന്നുള്ളത് അത് നമ്മുടെ സുന്നത്തിന്റെ ഭാഗമാണ് എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. സ്വഹാബത്തിനോടുള്ള സ്നേഹം അത് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മക്കൾ നമുക്ക് അങ്ങേയറ്റം പുണ്യം പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു കർമ്മമായി കൊണ്ട് തന്നെയാണ് മുൻഗാമികളായ സ്വഹാബത്തും താബിഈങ്ങളും പണ്ഡിതന്മാരുമെല്ലാം നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൂടെ നീണ്ട 13 വർഷം റസൂലിന്റെ ഖാദിമായി, റസൂലിന്റെ സേവകനായി അവിടുന്ന് സേവനമനുഷ്ഠിച്ച മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഅന ഉഹിബ്ബുൻ നബിയ്യ വഅബാ ബക്ർ വഉമർ. ഞാൻ അബൂബക്കറിനെയും ഉമറിനെയും അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും. അവരോടുള്ള സ്നേഹം കാരണമായി, അവരോടുള്ള ഇഷ്ടം കാരണമായി സ്വർഗ്ഗത്തിൽ ഞാൻ അവരുടെ കൂടെയായിരിക്കുമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം. കർമ്മങ്ങൾ കൊണ്ട് അവരോടൊപ്പം എത്താൻ എനിക്ക് കഴിയുന്നില്ല എങ്കിലും അവരോടുള്ള സ്നേഹം കാരണമായി എനിക്ക് അവരോടൊപ്പം എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളതെന്ന് സഹാബികൾ അവർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹാബത്തിനെ ഇഷ്ടപ്പെടുക, അവർക്കെതിരെ വരുന്ന ആക്ഷേപങ്ങളെ അതിനെ തടുക്കുകയും ചെറുക്കുകയും ചെയ്യുക. ദീനിന്റെ പേരിൽ, അല്ലാഹുവിന്റെ പേരിൽ ആ സഹാബത്തിനെ ഇഷ്ടപ്പെടുകയും അവരെ ആദരിക്കുകയും ചെയ്യുക. അത്തരത്തിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്.